ബഹുമാനപ്പെട്ട അധ്യക്ഷ ഡോക്ടർ ഖദീജ മുംതാസ്, വേദിയിലിരിക്കുന്ന ഈ സംഘടനയുടെ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫോർജമിൻ്റെ ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ ഡോക്ടർ പല പ്രാവശ്യം എന്നെ ക്ഷണിച്ചിരുന്നുവെങ്കിലും പല സൗകര്യങ്ങൾ കാരണം പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലേറെ സന്തോഷമുണ്ട്. ഈ മുസ്ലിം വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട നിയമപരമായ വശങ്ങൾ ഇവിടെ പ്രതിപാദിക്കപ്പെടാനിരിക്കുന്നുണ്ട്. വക്കീലിൻ്റെ പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ വന്നു. മാത്രമല്ല, ഇതിനെക്കുറിച്ച് ബോധവാന്മാരായ ആളുകളാണ് ഇവിടെ ഉള്ളത് എന്ന് എനിക്ക് 100% ഉറപ്പുമുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഇസ്ലാമിക ശരീഅത്തിലുള്ള ഇസ്ലാമിക നിയമത്തിലുള്ള വിഷയങ്ങൾ അത് മാറ്റാൻ സാധിക്കുന്നതാണോ, ദൈവത്തിൻ്റെ നിയമങ്ങൾ എന്ന് പൊതുവിൽ കരുതപ്പെടുന്ന ശരീഅത്ത് ഭേദഗതി ചെയ്യാൻ പാടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ലഘുലേഖയിലൊക്കെ പറയുന്നത് വിശ്വാസികൾ കൂടി ഉൾക്കൊള്ളുന്ന, അവർ കൂടി അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നാണ്. ആ നിലക്ക് ഇന്ന് ലോകത്ത് പല കൂട്ടായ്മകൾ ഇപ്പോൾ ഈ ഫോർജമിനെ പോലെ ലോകത്തിൻ്റെ പല ഭാഗത്ത് നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ മൊറോക്കയിലും അതുപോലെ ഉത്തരാഫ്രിക്കൻ രാജ്യങ്ങളിലുമൊക്കെ വളരെ പ്രസിദ്ധമായൊരു സംഘടനയാണ് അൻവാർ എന്ന് പറയുന്ന ഒരു സംഘടന. അവരുടെ ഇടപെടലിൻ്റെയും പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഫലമായി വലിയ തോതിലുള്ള മാറ്റം അതത് രാജ്യങ്ങളിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഞാനിതിൻ്റെ വളരെ ചുരുക്കി ഏതാനും സമയം കൊണ്ട് ചുരുക്കി ചില അടിസ്ഥാന വിഷയങ്ങളിലേക്ക് പ്രവേശിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, എന്താണ് ശരീഅത്ത് എന്ന് പറയുന്നത്? നമ്മൾ ശരീഅത്ത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ശരീഅത്ത് നിയമം നടപ്പാക്കുന്നു അല്ലെ നടപ്പാക്കണം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങളെക്കുറിച്ചാണ്. ഇപ്പം ഓരോ കുറ്റകൃത്യങ്ങൾക്ക് ചില ശിക്ഷാവിധികൾ ഖുർആനിൽ പറയുന്നുണ്ട്, ഇസ്ലാമിക ശരീഅത്ത് പറയുന്നുണ്ട്. അപ്പോൾ ശരീഅത്ത് എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് അതാണ്. വാസ്തവത്തിൽ ശരീഅ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഒരു മാർഗം, വഴി എന്നൊക്കെയാണ്. സാങ്കേതികമായി പറയുമ്പം മനുഷ്യരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും, വ്യക്തിപരം, കുടുംബപരം, സാമൂഹികം, സാമ്പത്തികം, രാഷ്ട്രീയം, മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ചൂഴ്ന്നു നിൽക്കുന്ന നിയമത്തെയാണ് അല്ലെങ്കിൽ നിയമങ്ങളുടെ സമാഹാരത്തെയാണ് സാങ്കേതികമായി ശരീഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങിക്കുന്നതല്ല, സമഗ്രമായി ഉൾക്കൊള്ളുന്നതാണ്. അപ്പം ആ ശരീഅത്ത് കാലങ്ങളായി, പ്രവാചകന് ശേഷം കാലങ്ങളിലായി അതിൻ്റെ ചരിത്രം നിലനിൽക്കുന്നുണ്ട്. ശരീഅത്ത് എന്ന് പറയുമ്പം ഞാൻ വളരെ ലളിതമായിട്ടാണ് പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പം ഖുർആൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും, അത് ക്രോഡീകൃതമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ്. ഹദീസ് എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലാവും, പ്രവാചകൻ പറഞ്ഞിട്ടുള്ളതോ പ്രവർത്തിച്ചിട്ടുള്ളതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങളുടെ സമാഹാരമാണ്. അത് ലിഖിതമാണ്, ധാരാളം പുസ്തകങ്ങളിലായി ലിഖിതമായിട്ടുള്ളതാണ്. അതുപോലെ ഒന്നാണോ ശരീഅത്ത്? അതായത് പ്രവാചകൻ്റെ കാലത്തിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത കാലത്തോ മറ്റോ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള, പൂർണ്ണമായി എഴുതപ്പെട്ടിട്ടുള്ള, ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണോ? അങ്ങനെയാണെങ്കിൽ അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഏകീകൃതമായിട്ടുള്ള ഒരു ലിഖിത ശരീഅത്ത്, ക്രോഡീകൃതമായ ശരീഅത്ത് ഉണ്ടോ? അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരുപോലെയാണോ? ഇതൊക്കെ നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കണം.
സത്യത്തിൽ ശരീഅത്ത് എന്ന് പറയുന്നത് ഒരു ക്രോഡീകൃതമായിട്ടുള്ള സർവ്വലോകത്തുമുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും സ്വീകാര്യമായ രീതിയിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നല്ല. അതേസമയത്ത് ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിലായി ഓരോ രാജ്യത്തും പല രാജ്യങ്ങളിലും പല ഭരണ സംവിധാനങ്ങളൊക്കെ നിലനിന്ന സമയത്ത് ശരീഅത്ത് പല രീതിയിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ തന്നെയും അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നതല്ല, മറിച്ച് കാലങ്ങളിലൂടെ അതിനകത്ത് പലതരത്തിലുള്ള മാറ്റങ്ങളും ലോകത്ത് സംഭവിച്ചതായി ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഇസ്ലാമിക ശരീഅത്തിൻ്റെ സ്രോതസ്സുകൾ എന്താണ്? അടിസ്ഥാന സ്രോതസ്സുകൾ എന്താണ്? ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ക്രോഡീകൃതമായിട്ടുള്ള ഒരു പുസ്തകമല്ല. അപ്പോൾ പിന്നെ ഇസ്ലാമിക ശരീഅത്തിൻ്റെ സ്രോതസ്സുകൾ, അതിൻ്റെ സോഴ്സുകൾ എന്താണ്? പ്രധാനമായും 4 സോഴ്സുകളാണ് ഇസ്ലാമിക ശരീഅത്തിന് ഉള്ളത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതിൽ ഏറ്റവും പ്രഥമവും പ്രാഥമികവുമായിട്ടുള്ളത് ഖുർആനാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, സാമാന്യമായി ലോകത്തെ മുസ്ലിങ്ങളൊക്കെ ദൈവികമായ ഗ്രന്ഥമാണ് എന്ന് കരുതുന്ന വിശുദ്ധ ഖുർആനാണ് അതിൻ്റെ ഒന്നാമത്തെ അവലംബം. രണ്ടാമത്തത് ഹദീസ്, പ്രവാചകനത്തെ പറഞ്ഞ പോലെ സുന്നത്ത് എന്നും പറയും, ഹദീസ് എന്നും പറയും. അതായത് പ്രവാചകൻ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം അംഗീകരിച്ചിട്ടുള്ള, അദ്ദേഹം പ്രവർത്തിച്ച് കാണിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ക്രോഡീകൃതമായ രേഖകളെയാണ് ഹദീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്കറിയാം, അതിൽ തന്നെ പല കാറ്റഗറി ഉണ്ട്. ഏറ്റവും സ്വീകാര്യം എന്ന് പറയുന്ന കാറ്റഗറി, അതായത് ഹദീസിലെ ഏറ്റവും പ്രാമാണികം എന്ന് വിശ്വസിക്കുന്ന ബുഖാരി, മുസ്ലിം എന്നൊക്കെ പറയുന്ന ഏറ്റവും പല തട്ടുകളിലായിട്ടുള്ളതാണ്. അതിനകത്തും ചില ഡിസ്കോഴ്സുകളൊക്കെ വേറെ നടക്കുന്നുണ്ട്. അതിൽ പിന്നെ തള്ളിക്കളയേണ്ടതോ മാറ്റി വെക്കേണ്ടതായിട്ടുള്ള ഹദീസുകളൊക്കെ ഉണ്ട് എന്ന് എല്ലാ വിഭാഗം മുസ്ലിങ്ങളെ ഏതാണ്ട് 100% തന്നെ പറയുക ആളുകളും അങ്ങനെ വിശ്വസിക്കുന്നത്. അതായത് ഖുർആൻ പോലെ അംഗീകരിക്കപ്പെടുന്ന സർവാംഗീകൃതമായിട്ടുള്ള ഒന്നല്ല ഹദീസ്. അതിനകത്ത് പല കാറ്റഗറികളുമുണ്ട്. മൂന്നാമത്തെ സ്രോതസ് എന്ന് പറയുന്നത് ഇജ്മാ എന്നാണ് ഇതിന് സാങ്കേതികമായിട്ട് പറയുന്നത്. ഇജ്മാ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ആധികാരികമായിട്ടുള്ള പണ്ഡിതന്മാർ, ഒരു കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ എല്ലാവരും യോജിച്ച അഭിപ്രായം പ്രകടിപ്പിച്ച കാര്യങ്ങളെയാണ് ഇജ്മാ എന്ന് പറയാം. അപ്പം പണ്ഡിതന്മാർ എല്ലാവർക്കും ഒരേ സമയം തെറ്റുപറ്റുകയില്ല എന്ന യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്. അതും ഒരു പ്രമാണമായി ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് ഖുർആനിലോ ഹദീസിലോ കൃത്യമായി ഖണ്ഡിതമായി വിധി പറയപ്പെടാത്തൊരു കാര്യത്തിൽ എല്ലാ പണ്ഡിതന്മാരും യോജിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിവായി ഇല്ലത്ത് എന്നാണ് അതിന് പറയുന്നത്. അത് തെളിവായിട്ട് അതും ഒരു നിയമമായി കണക്കാക്കുന്നു. നാലാമത്തേത് ഖിയാസ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ സാങ്കേതിക സംജ്ഞ പറഞ്ഞു പോയാലേ അത് എളുപ്പത്തിൽ മനസ്സിലാവും, അതുകൊണ്ടാണ്. ഖിയാസ് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ ഒരു വിധിയുണ്ട്, ഖുർആനിലോ ഹദീസിലോ മറ്റോ ഒരു വിധിയുണ്ട്. ആ വിധിയെ സമാനമായ പ്രശ്നങ്ങളിലേക്ക് സാദൃശ്യപ്പെടുത്തുന്നതിനാണ് ഖിയാസ് എന്ന് പറയുക. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം മദ്യത്തെക്കുറിച്ച് ഖുർആനിൽ പ്രതിപാദിക്കുന്നുണ്ട്, മദ്യം നിഷിദ്ധമാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് മദ്യമല്ലാത്ത ധാരാളം ലഹരി വസ്തുക്കളുണ്ട്. ഇപ്പം കഞ്ചാവുണ്ട്, അതുപോലെ തന്നെ ഇപ്പം പുതിയ സിന്തറ്റിക് ഡ്രഗ്സ് ഉണ്ട്. ഇതിനെപ്പറ്റിയൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല, മദ്യത്തെ പറ്റിയേ പറഞ്ഞു. അപ്പോൾ മദ്യം മാത്രമാണോ നിഷിദ്ധം? അല്ല, ഇതൊക്കെ നിഷിദ്ധമാണ്. എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ, മദ്യം നിഷിദ്ധമാക്കാനുള്ള യുക്തി എന്താണ്? അത് മനുഷ്യൻ്റെ ശരീരത്തിനും പിന്നെ സമൂഹത്തിനും പലതരത്തിലുള്ള ദ്രോഹങ്ങൾ ഉണ്ടാക്കുന്നു, മനുഷ്യൻ്റെ ബുദ്ധിയെ ബാധിക്കുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ യുക്തി അതാണ്, അത് നിഷിദ്ധമാക്കുന്നതിൻ്റെ യുക്തി. അപ്പോൾ ആ യുക്തി അനുസരിച്ച് കൊണ്ട് മറ്റ് ലഹരി വസ്തുക്കളും നിഷിദ്ധമാണ് എന്ന് പറയാം. അങ്ങനെ ഈ സാദൃശ്യപ്പെടുത്തലിനെയാണ് ഖിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 അവലംബ സോഴ്സുകളാണ് ശരീഅത്തിനുള്ളത് എന്നാണ് പൊതുവെ പ്രാമാണികമായിട്ടുള്ള നിലപാട്. അതല്ലാത്ത ചില കാര്യങ്ങളുമുണ്ട്, അത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ പ്രധാനപ്പെട്ട അവലംബങ്ങൾ എന്ന് പറയുന്നത്, അപ്പോൾ ഈ ശരീഅത്ത് അല്ലെങ്കിൽ ഇസ്ലാമികമായ നിയമങ്ങൾ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ നടപ്പാക്കണം. രണ്ട് സമീപനങ്ങളാണ് ഉള്ളത്. ഇസ്ലാമിക ശരീഅത്തിനെ കുറിച്ച് പൊതുവായി 2 സമീപനങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ സമീപനം എന്ന് പറയുന്നത്, അത് എങ്ങനെയാണോ ഖുർആനിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക, ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ 2 രീതിയിലുള്ള സമീപനങ്ങളാണ് ശരീഅത്തിനെ കുറിച്ച് നിലവിലുള്ളത്. ഒന്ന്, അത് ഖുർആനെ എടുക്കുകയാണ്. ഒന്നാമത്തെ പ്രാഥമിക സോഴ്സ് ആയിട്ടുള്ള ഖുർആനകത്ത് ഒരു കാര്യത്തെക്കുറിച്ച്
ഒരു വിധി ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടപ്പാക്കണം എന്നാണ് ഒരു സമീപനം. അതങ്ങനെ തന്നെ അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കണം എന്നാണ് ഒരു സമീപനം എന്ന് പറയുന്നത്. അവരെ ആദ്യ കാലഘട്ടത്തിലൊക്കെ അറിയപ്പെടുന്നത് അഹ്ലുൽ ഹദീസ് എന്നാണ്, അങ്ങനെ നിലപാട് പുലർത്തിയിരുന്ന ആളുകളെ. രണ്ടാമത്തെ ഒരു നിലപാടെന്ന് പറയുന്നത്, ഒരു നിയമമുണ്ടെങ്കിൽ ആ നിയമത്തിന് ആധാരമായിട്ടുള്ള ഒരു തത്വമുണ്ടാകും. ആ തത്വമാണ് പ്രധാനം. അതിൻ്റെ മൂല്യം, ആ നിയമത്തിൽ അടങ്ങിയിരിക്കുന്ന മൂല്യമാണ്, തത്വമാണ് പ്രധാനം, അല്ലാതെ ആ വാക്കുകളല്ല എന്ന് വിശ്വസിക്കുന്നത്. അഹ്ലുർ റഈ എന്നാണ് ഈ വിഭാഗം അറിയപ്പെട്ടത്. ഇത് രണ്ടും ഇസ്ലാമിക ചരിത്രത്തിൽ നേരത്തെ ഉള്ളതാണ്. ഈ രണ്ട് അഭിപ്രായങ്ങളും പ്രബലമാണ്. അതായത് വാക്കുകളല്ല, അക്ഷരങ്ങളല്ല, മറിച്ച് അതിലെ തത്വങ്ങളാണ് പ്രധാനം എന്ന്. ഇത് ആദ്യം മുതലുണ്ട് എന്നുള്ളതിനെ തെളിവായിട്ട് പറയുന്നത്, ഇപ്പം രണ്ടാം ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ, അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം ചില നിയമങ്ങൾ നടപ്പാക്കിയിരുന്നു. അതായത് ഖുർആനിലുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക ശരീഅത്തിൽ പറയുന്ന നിയമങ്ങൾ തന്നെ ചില മാറ്റങ്ങളോടുകൂടി അദ്ദേഹം നടപ്പാക്കിയിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞു, വളരെ ക്ഷാമം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഈ ഇസ്ലാമിൽ കട്ടവൻ്റെ കൈമുറിക്കുക, ശിക്ഷിക്കുക എന്ന് പറയുന്ന നിയമമുണ്ട്. അത് നേരത്തെ നടപ്പാക്കപ്പെട്ടതാണ്. എന്നാൽ അദ്ദേഹം അതീവ ക്ഷാമം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അപ്പോൾ അദ്ദേഹം ആ നിയമത്തിൽ ഇളവ് വരുത്തി, അത് നടപ്പാക്കിയില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ആ നിയമം കട്ടവൻ്റെ കൈവെട്ടുക എന്ന് പറയുന്ന നിയമം സാമൂഹിക ആർക്കും സമാധാനം ഉണ്ടാവുക, ആളുകളുടെ സ്വത്തുകൾ നശിപ്പിച്ചു പോകാതിരിക്കുക എന്നുള്ള അതിൻ്റെ തത്വം അതാണ്. സുരക്ഷിതത്വം, സ്വത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളതാണല്ലോ ആ തത്വം. പക്ഷേ ഇവിടെ എന്താണ്, മനുഷ്യർക്ക് പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്. അപ്പോൾ അത് നടപ്പാക്കാൻ പാടില്ല. മാനവികമായ ഒരു തല അതിന് ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം നടപ്പാക്കിയില്ല. ഒരു ഉദാഹരണം അതാണ് പറയുന്നത്, ഉമറിൻ്റെ കാലത്ത് നടന്നത്. മറ്റൊരു ഉദാഹരണം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ തന്നെ വേറൊരു ശരീഅത്തുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പറയുന്നത്, ഈ യുദ്ധത്തിൽ കിട്ടുന്ന മുതലുകൾ, പിടിച്ചടക്കപ്പെടുന്ന മുതലുകൾ, ആ യുദ്ധാർജിത സ്വത്തുകൾ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് വീതിച്ചു കൊടുക്കണം എന്നതാണ് ഒരു നിയമം. അത് അദ്ദേഹം നടപ്പാക്കിയില്ല. ആ സ്വത്തുകൾ പൊതുവെ ഖജനാവിലേക്ക് പൊതു ഫണ്ടായി മാറ്റി വെക്കണം എന്ന് പറയുന്ന ഒരു നിയമം അദ്ദേഹം ഉണ്ടാക്കി. മറ്റൊന്ന് പറയപ്പെടുന്നത്, ഇപ്പം ഇസ്ലാമികമായ ഒരു വ്യവഹാരത്തിനകത്തു നിന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ചില സാങ്കേതിക പദങ്ങൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഉദാഹരണത്തിന്, ഈ മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്. അതായത് മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടൊക്കെ താല്പര്യമുള്ള ഒരു സമൂഹം എന്നാണ് അതിനർത്ഥം. ഇസ്ലാമിലേക്ക് താല്പര്യമുള്ള ആൾക്കാർ. അപ്പോൾ സക്കാത്ത് കൊടുക്കേണ്ട യോഗ്യരെ പറ്റി പറയുമ്പോൾ ഒരു വിഭാഗം അവരാണ്. എന്നാൽ അദ്ദേഹം ധാരാളമായി ഇസ്ലാമിലേക്ക് ഇഷ്ടംപോലെ മുസ്ലിങ്ങൾ ഉണ്ടാവുകയും ധാരാളം മുസ്ലിങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് ആയിത്തീരുകയും ചെയ്തൊരു സമയത്ത് ഈ നിയമത്തിൽ അദ്ദേഹം മാറ്റം വരുത്തി. അത് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ ചരിത്രത്തിലുള്ള വസ്തുതകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഉമറിൻ്റെ കാലത്ത് തന്നെ ശരീഅത്തിലുള്ള അല്ലെങ്കിൽ അതുവരെ ശരീഅത്തായി കണക്കാക്കപ്പെട്ടിരുന്ന പല കാലങ്ങളിലും കാലോചിതമായിട്ടുള്ള ചില ഭേദഗതികൾ, അത് ഭേദഗതി എന്നാണോ പറയേണ്ടതെന്ന് അറിയില്ല, ചില പുനർവായനകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിനെ പിന്നീടുള്ള പല നൂറ്റാണ്ടുകളിൽ, 9-ാം നൂറ്റാണ്ടിലും 10-ാം നൂറ്റാണ്ടിലൊക്കെ ഇത്തരത്തിലുള്ള അതായത് ഇസ്ലാമിക സമൂഹം, മുസ്ലിങ്ങൾ മദീനയിൽ നിന്ന് പല രാജ്യങ്ങളിലേക്ക്, അന്നത്തെ പഴയ ബൈസാന്ത്യൻ സാമ്രാജ്യത്തിൽപ്പെട്ട പ്രദേശങ്ങളിലേക്കും റോമിൽ അങ്ങനെയുള്ള പല രാജ്യങ്ങളിലേക്കൊക്കെ പോയ സമയത്ത് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് പലതരത്തിലുള്ള ഉദാരമായ വ്യാഖ്യാനങ്ങളും ഇസ്ലാമിനകത്ത് വന്നിട്ടുണ്ട്. അത് 9-ാം നൂറ്റാണ്ടിലും 10-ാം നൂറ്റാണ്ടിലൊക്കെ കാണാൻ പറ്റും. എന്നാൽ 12-ാം നൂറ്റാണ്ട് ആയപ്പോഴേക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് ഇമാം ഷാത്തിബി. അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ വ്യവസ്ഥാപിതമായി ഇതിനെക്കുറിച്ച് ഗ്രന്ഥം 1-2 പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുമുതലാണ് സത്യത്തിൽ ഇതിനെക്കുറിച്ച് ഒരു വ്യക്തത മുസ്ലിം പണ്ഡിതന്മാർക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പം അദ്ദേഹം പറയുന്നത്, ശരീഅത്തിലെ ഏത് നിയമമായിരുന്നാലും ഒരു കാര്യം ചെയ്യണം എന്ന് പറയുമ്പോഴും ചെയ്യരുത് എന്ന് പറഞ്ഞാലും അതിനകത്ത് ഒരു മക്സദ്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമാണ് പ്രധാനം.
ശരീഅത്തിനകത്തുള്ള ലക്ഷ്യമാണ് പ്രധാനം. അതിന് മക്കാസിദു ശരീഅ എന്നാണ് പറയുന്നത്. ഇന്ന് അത് വളരെയേറെ ഡെവലപ്പ് ചെയ്യപ്പെട്ട ഒരു മേഖലയാണ്. ഇസ്ലാമിക നിയമശാസ്ത്രത്തിൽ വളരെ വികസിച്ച ഒരു മേഖലയാണ് മക്കാസിദു ശരീഅ എന്ന് പറയുന്നത്. അതായത് എല്ലാ നിയമങ്ങൾക്കകത്തുമുള്ള തത്വം എന്താണ്, അതിൽ അക്ഷരങ്ങളല്ല. അപ്പം അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. ഈ മക്കാസുദ് ശരീഅത്തിനകത്ത് ഒരു നിയമത്തിന് ഉണ്ടെങ്കിൽ ആ നിയമത്തിൻ്റെ ഇല്ലത്ത് എന്നാണ് ടെക്നിക്കലി പറയുന്നത്, സാങ്കേതികമായി പറയുന്നത്. അപ്പോൾ ആ ഇല്ലത്താണ് പ്രധാനം. ആ ഇല്ലത്ത്, ആ നിയമത്തിൻ്റെ അന്തസാരം, അതിൻ്റെ ആത്മാവാണ് പ്രധാനം. അപ്പോൾ ഇസ്ലാമിക ശരീഅത്തിൻ്റെ ആത്മാവാണ് പ്രധാനം. അപ്പോൾ അത് എന്തൊക്കെയാണ് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, ഏറ്റവും നീതിയാണ്. അതിൽ അല്ലെങ്കിൽ കിസ്ത് എന്ന് പറയുന്ന നീതിയാണ് മൊത്തം നിയമങ്ങളുടെയൊക്കെ സാരാംശം എന്ന് പറയുന്നത്. നീതി നടപ്പാക്കുക എന്നതാണ്. രണ്ടാമത്തത് കാരുണ്യം, കരുണ അല്ലെങ്കിൽ ക്ഷേമം. ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ. ചില നിയമങ്ങൾ പ്രായോഗികമായി നടപ്പാക്കുന്ന സമയത്ത് ഈ അടിസ്ഥാന തത്വത്തെ നിരാകരിക്കുന്നെങ്കിൽ നടപ്പാക്കാതിരിക്കുകയോ അത് ഭേദഗതി ചെയ്യുകയോ വേണ്ടതാണെന്നാണ് ആ ചിന്തയിൽ നിന്ന് അത്തരം മക്കാസിദു ശരീഅയുടെ ആളുകൾ വിശദീകരിക്കുന്നത്. അപ്പം ഒരു ലക്ഷ്യം ഉണ്ട് ഏതൊരു നിയമത്തിനും. ആ ലക്ഷ്യമാണ് പ്രധാനം. അപ്പം പല കാലങ്ങളിലൂടെ നിയമം കടന്നു വരുമ്പം ഒരു നിയമത്തിന് എന്തിനാണ് നമ്മളിപ്പോൾ ഭരണഘടന ഉണ്ടാക്കി, ഇന്ത്യയിൽ ഭരണഘടന ഉണ്ടാക്കി, ലോകത്തൊക്കെ ഭരണഘടനകൾ വന്നു രാജ്യങ്ങൾക്ക്. വീണ്ടും ആ ഭരണഘടനകൾ നിരന്തരം അമെൻമെൻറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ടല്ലോ, ഭേദഗതികൾ ആവശ്യമായി വരുന്നു. കാരണം എന്താണ്? മനുഷ്യരാശി പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്, വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ സാമ്പത്തിക രംഗത്തായിരുന്നാലും സാമൂഹിക രംഗത്തായിരുന്നാലും രാഷ്ട്രീയ രംഗത്തായിരുന്നാലും പലതരത്തിലുള്ള മാറ്റങ്ങളും പുരോഗതികളും ലോകത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, മനുഷ്യരാശിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ മാത്രമേ നിയമം നിയമമാകുന്നുള്ളൂ. അല്ലെങ്കിൽ അത് കേവലം അക്ഷരങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ അത് വളരണമെങ്കിൽ, അത് വികാസക്ഷമമാണെങ്കിൽ മാത്രമാണ് മാനുഷികമായി നിയമങ്ങൾ മാറുകയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ഇന്ത്യ ഭരണഘടന വന്നിട്ട് അധികം കാലമായിട്ടില്ല, എന്നിട്ടും അതിനകത്ത് തന്നെ ധാരാളം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഭരണഘടന അഭിസംബോധന ചെയ്തിട്ടില്ലാത്ത പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ വരുന്ന സമയത്ത് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. സ്വാഭാവികമായും ഒരു രാജ്യത്തിന് മാത്രമല്ല ഏതൊരു സമൂഹത്തിനും അത് ആവശ്യമായി വരും. ഇപ്പോൾ ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലഘട്ടത്തിൽ ഇല്ലാത്ത പല പ്രശ്നങ്ങളും പിൽക്കാലത്ത് വളർന്നു വരുന്നുണ്ട്. ഇസ്ലാം പുതിയ രാജ്യങ്ങളിലേക്കും രാഷ്ട്രങ്ങളിലേക്കൊക്കെ പോയ സമയത്ത്, പുതിയ പ്രദേശങ്ങളിലേക്ക് പോയ സമയത്ത് അവിടെയുള്ള പല പ്രശ്നങ്ങളും ഒരുപക്ഷെ അറേബ്യൻ സമൂഹവുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ അത്തരത്തിലുള്ള ഖണ്ഡിതമായ രേഖകളോ വിധികളോ കാണുകയില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ 4 ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പുതിയ നിയമനിർദ്ധാരണം നടത്തുകയാണ് ചെയ്യുന്നത്. ഇസ്തിംബാത്ത് എന്നാണ് അതിന് ടെക്നിക്കലി പറയുന്നത്. ഇസ്തിംബാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആവശ്യമായ നിയമം, ആ നിയമം പരിഗണിക്കുന്ന സമയത്ത് അടിസ്ഥാനപരമായി ശ്രദ്ധിക്കുന്നത് നീതിയുക്തമാവണം എന്നുള്ളതാണ്. ഇപ്പം ഇമാം ഷാത്തിബി പറയുന്നത് മനുഷ്യൻ്റെ സ്വത്ത്, മനുഷ്യൻ്റെ ജീവൻ, മനുഷ്യൻ്റെ സ്വത്ത്, അതുപോലെ തന്നെ അഭിമാനം, ഇങ്ങനെ 3-4 കാര്യങ്ങൾ പറയുന്നത്. ഇതൊക്കെ സുരക്ഷിതമാക്കി നിർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനമായ നീതിയുടെ കാതൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിയമത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ അഭിമാനം, അതുപോലെ തന്നെ മനുഷ്യൻ്റെ സ്വത്ത്, മനുഷ്യൻ്റെ ജീവൻ, ഇതൊക്കെ പരിരക്ഷിക്കുക എന്നതുകൂടി നിയമത്തിൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ ഒരു പുതിയ നിയമം ഉണ്ടാക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ വിഷയങ്ങളാണ്. അതിലടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ ഇസ്തിംബാത്ത്, പുതിയ നിയമനിർദ്ധാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ പിന്നെ ഇമാം ഷാത്തിബിക്ക് ശേഷം ധാരാളം പണ്ഡിതന്മാർ ഇതേപോലെ ചിന്തിച്ചവരാണ്. ഇന്ത്യയിൽ തന്നെ ആണെങ്കിൽ വലിയുല്ലാഹി ദഹ്ലവി ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ പിന്നെ ധാരാളം പണ്ഡിതന്മാർ ലോക അടിസ്ഥാനത്തിൽ. ഇന്നും പുതിയ ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ, ലോകത്ത് യൂറോപ്പിലൊക്കെയുള്ള ധാരാളം പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഖുറാനിൽ ഖണ്ഡിതമായിട്ടുള്ള ഒരു വിധി വന്നു എന്ന് വിചാരിക്കുന്ന ഒരു വിഷയം ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പം സ്വത്തവകാശമൊക്കെ ബന്ധപ്പെട്ട അതിൽ വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതിലെന്താണ് ചെയ്യുന്നത്? ഇപ്പം 2 തരത്തിലുള്ള വിധികളാണ് ഖുറാനിലുള്ളതെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒന്ന്, അത് പിന്നെ എന്താ പറയുക, ഖണ്ഡിതമായിട്ടുള്ള വിധികൾ, വളരെ ഖണ്ഡിതമായ വിധികൾ. രണ്ടാമത്തത് എന്ന് പറയുന്നത് ലന്നിയാത്ത് എന്നാണ് സാങ്കേതികമായിട്ട് പറയുന്നത്. അപ്പോൾ ഒന്ന് മാറ്റാൻ പാടില്ലാത്തതൊന്നും മാറ്റാൻ പറ്റുന്നതും എന്നാണ് പറയുന്നത്. ഈ മാറ്റാൻ പാടില്ലാത്തതിനെ പറ്റി ഇമാം ഷാത്തിബി പറഞ്ഞിട്ടുള്ളത് അത് ആരാധനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവവും മനുഷ്യനും തമ്മിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതാണ്. ഇപ്പം പ്രാർത്ഥന, നമസ്കാരം, ഹജ്ജ്, ഇത്തരം കാര്യങ്ങളിൽ മനുഷ്യൻ്റെ ഇടപാടല്ല, ദൈവവും മനുഷ്യനും തമ്മിൽ ഇടപാടാണ്. അതിന് ഇബാദത്തുകൾ എന്ന് പറയും. അത് മാറ്റേണ്ട കാര്യമില്ല.
രണ്ടാമത്തേത് മുആമലാത്ത് എന്ന് പറയുന്ന മേഖല, അതാണ് വിസ്തൃതമായ മേഖല. മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള ബന്ധം, മുആമലാത്ത്, അവിടെ മാറ്റങ്ങൾ ആവശ്യമായി വരും. ഇതാണ് ഇമാം ഷാത്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ മനുഷ്യരും മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നീതിനിഷ്ഠമായി കാര്യങ്ങളിൽ പുതിയ ഡെവലപ്മെൻറ്റുകൾ ആവശ്യമായി വരും. അപ്പോൾ അത് ഒരു കാലത്ത് നടപ്പാക്കുന്ന ഒരു നിയമം അതിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ നിയമം ഉണ്ടാവുന്നതും നടപ്പാക്കപ്പെടുന്നതും. ഉദാഹരണത്തിൽ ഇപ്പോൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള ഇസ്ലാമിലെ നിയമങ്ങൾ പരിശോധിക്കുമ്പം അതിൻ്റെ ചരിത്രം കൂടി കോണ്ടെക്സ്റ്റ് കൂടി പരിശോധിക്കണം. നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ചരിത്രം, പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ സ്ത്രീക്ക് സ്വത്തിന് യാതൊരു തരത്തിലുള്ള അവകാശവും ഉണ്ടായിരുന്നില്ല, അധികാരവും ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പത്തെ കാലഘട്ടത്തിൽ, അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ അദ്ദേഹം സ്ത്രീകൾക്ക് സ്വത്ത് സമ്പാദിക്കാനും ഒക്കെയുള്ള അവകാശം കൊടുത്തു, സ്വത്തിൽ അവകാശം കൊടുത്തു. പക്ഷേ അപ്പോൾ അത് വളരെ വലിയൊരു വിപ്ലവമാണ് നമുക്ക് കാണാൻ ഇന്ന് നമ്മൾ അടുത്ത കാലത്താണ് നമ്മളെ ലോകത്ത് പോലും സ്ത്രീകൾക്ക് ഇന്നും തുല്യാവകാശം ആയിട്ടില്ല. നമ്മുടെ ജനാധിപത്യ ഇന്ത്യയിൽ പോലും തുല്യാവകാശങ്ങളില്ല. വോട്ടവകാശം പോലും വളരെ അടുത്ത കാലത്താണ് കിട്ടിയത്. അത് അങ്ങനെയുള്ളൊരു ചരിത്രം നിലനിൽക്കുകയാണ്. 1400 വർഷങ്ങൾക്കപ്പുറം ഇങ്ങനെ ഒരു മുന്നേറ്റം അദ്ദേഹം നടത്തുന്നത്. അപ്പോൾ അതിനെ അവിടെ തന്നെ നിർത്താനാണോ? അതായത് സ്ത്രീകൾക്ക് വ്യക്തിത്വം പോലും അംഗീകരിക്കപ്പെടാത്ത ഒരു കാലഘട്ടത്തിൽ, സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുള്ള സാമ്പത്തികമായ അവകാശങ്ങളോ അധികാരങ്ങളോ ഇല്ലാത്തൊരു കാലത്തിൽ, സ്ത്രീകൾക്ക് കുടുംബത്തിനകത്ത് പുരുഷനെ പോലെ അധികാരമില്ലാത്ത അവകാശമില്ലാത്ത ഒരു ഘട്ടത്തിൽ അതൊക്കെ തുടക്കം കുറിക്കുക എന്ന് പറയുന്ന ചരിത്രപ്രധാനമായ ഒരു കാൽവെപ്പാണ് നമ്മൾ കാണുന്നത്. അത് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയാണോ? അപ്പം നമുക്ക് ഒരു പരിഷ്കരണം, ഒരു സമൂഹത്തിൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ ഇരുട്ടി വെളുക്കുമ്പോഴേക്ക് നടപ്പാക്കാൻ സാധിക്കുന്നതല്ല. അല്ലെങ്കിൽ ഒരു 10, 50, 100 വർഷങ്ങൾ പ്രവാചകൻ്റെ ജീവിതകാലത്ത് മാത്രം എല്ലാം കൂടി ചരിത്രമാറ്റം നടത്താൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അസംഭവ്യമായ കാര്യമാണ്. പക്ഷേ തുടക്കം കുറിക്കാൻ സാധിക്കും. അത് ഡെവലപ്പ് ചെയ്യപ്പെടേണ്ടതാണ്, അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം മുസ്ലിങ്ങളെല്ലാവരും തന്നെ പറയുന്നത് ഇസ്ലാം സ്ത്രീകളെയും പുരുഷനും തുല്യമായി കാണുന്ന, അല്ലെങ്കിൽ സ്ത്രീ പുരുഷ സമത്വം, അല്ലെങ്കിൽ മനുഷ്യ സമത്വം, സ്ത്രീ പുരുഷ സമത്വം പോലും പറയേണ്ട കാര്യമില്ല, മനുഷ്യ സമത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മതമാണ്, മാനവികതയുടെ മതമാണെന്നാണ് എല്ലാ പണ്ഡിതന്മാരും ഒരുപോലെ അവകാശപ്പെടുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എന്ത് വേണം? കാലഘട്ടത്തിൽ വലിയ മാറ്റം വന്നു. പഴയ കാലത്തുണ്ടായിരുന്ന സ്ത്രീകളല്ല ഇന്നത്തത്. അവരുടെ അവകാശങ്ങളും അധികാരങ്ങളും പഴയ പോലെയല്ല. പ്രത്യേകിച്ച് ജനാധിപത്യ രാജ്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ, നമ്മുടെ പോലെ ഉള്ള സ്റ്റേറ്റ് വന്ന ശേഷം വലിയ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ പുരുഷനും സ്ത്രീയും തുല്യ അവകാശാധികാരങ്ങളുണ്ട്. പുരുഷന് തൊഴിലെടുക്കാം, സ്വത്ത് സമ്പാദിക്കാം, പുരുഷനും സ്ത്രീക്കും ഒരേ ശമ്പളമാണ് കിട്ടുന്നത്. ഇങ്ങനെയൊക്കെ തുല്യമായ പുരുഷനും സ്ത്രീക്കും അവകാശാധികാരങ്ങളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാത്രമല്ല പഴയ കാലത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആ മാറ്റങ്ങൾ വന്ന സാഹചര്യത്തിൽ അത്രങ്ങൾ മാറ്റം വന്നിരിക്കുമെങ്കിൽ അതിനാനുപാതികമായി അതിനനുസരിച്ചുള്ള മാറ്റം വരുമ്പോൾ ആണ് ഇസ്ലാമിൻ്റെ ഈ പറഞ്ഞ ശരീഅത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത്, താല്പര്യങ്ങൾ നിലനിൽക്കുന്നത്. അപ്പം ഈ ഗ്രാജുവേഷൻ എന്ന് പറയുന്നൊരു സാധനം കാലക്രമണത്തിൽ വരേണ്ടത്, ഒറ്റ ദിവസം കൊണ്ടോ ചെറിയ കാലഘട്ടം കൊണ്ടോ നിയമങ്ങളോ മനുഷ്യന് ആവശ്യമായ എല്ലാ നിയമങ്ങളും പരിഷ്കരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഘട്ടം ഘട്ടമായിട്ടുള്ള പരിഷ്കരണം നടക്കേണ്ടതുണ്ട്. ഇതാണ് ഒരു പറ്റം പണ്ഡിതന്മാർ വാദിക്കുന്നത്. നേരത്തെ പറഞ്ഞ വിഭാഗം ഉണ്ടല്ലോ, അതായത് അൻവാർ എന്ന് പറയുന്ന പ്രസ്ഥാനം, അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. അവർ ഖുർആനോ ഹദീസോ ഇസ്ലാമോ ശരീഅത്തോ മാറ്റണം, അത് ഒഴിവാക്കണം എന്ന് വാദിക്കുന്നവരല്ല. മറിച്ച് ഈ മാറ്റങ്ങൾ, കാലാനുസൃതമായ മാറ്റങ്ങൾ, ഇപ്പോൾ സ്ത്രീകൾക്ക് തുല്യ അവകാശം, ലോകത്ത് മനുഷ്യാവകാശ വിളംബരങ്ങൾ വന്ന ശേഷം, ലോകത്തിൻ്റെ ഈ നാഷൻ സ്റ്റേറ്റൊക്കെ വന്ന ശേഷം അതാത് ഭരണഘടന നിലനിൽക്കുന്നത്. അപ്പം നോക്കൂ, പല രാജ്യങ്ങളിലും, മുസ്ലിം രാജ്യങ്ങളിൽ തന്നെ പല രീതിയിലാണ് ശരീഅത്ത് നടപ്പാക്കുന്നത്. ഇപ്പം സൗദി അറേബ്യ, ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ നടപ്പാക്കുന്നത് പോലെയല്ല മൊറോക്കോയിലോ അതുപോലെ തുനീഷ്യയിലോ എന്നുള്ള നിയമങ്ങൾ വ്യത്യാസമുണ്ട്. മാത്രമല്ല ഇപ്പോൾ സൗദി അറേബ്യയിൽ പോലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ നടക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ തുനീഷ്യയിലും മൊറോക്കോയിലും ഉത്തരാഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ വലിയ തോതിൽ ശരീഅത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി, നിയമാനുസൃതമായി വരുത്തുകയുണ്ടായി. അതിൽ പറയുന്ന ഒരു കാര്യം, 2-3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, മൊറോക്കോയിലുള്ള ഈ അൻവാർ പ്രസ്ഥാനത്തിൻ്റെ ഫലമായി വരുത്തിയിട്ടുള്ള മാറ്റം 2004 എൻ്റെ ഓർമ്മ. 2004 വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ
മുദവ്വന, അപ്പം അഷ്റഫ് സാഹിബൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹം ഈ വിഷയത്തിലെ കൂടുതൽ പഠിച്ച ആളാണ്. മുദവ്വന എന്നാണ് അതിൻ്റെ പേര് എന്ന് ഞാൻ ഓർക്കുന്നത്, മൊറോക്കോയിലുള്ള നിയമ പരിഷ്കാരത്തിന് അല്ലേ. ആ മുദവ്വനയിൽ പറയുന്ന കാര്യം ഒന്ന്, ഈ പൂർണ്ണ അനന്തരാവകാശ സമത്വം ഉറപ്പാക്കുക എന്നുള്ളതാണ്. സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം നടപ്പാക്കുക എന്നുള്ളതാണ് മുദവ്വനയിലുള്ള നിയമ ക്രോഡീകരണത്തിൻ്റെ ഒരു കാര്യം. അത് അവിടുത്തെ ഒരു മുസ്ലിം രാജ്യത്തിൽ ഉള്ള ക്രോഡീകരണത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തത് അസബാ നിയമം എന്ന് പറഞ്ഞാൽ അതായത് പിന്നെ ഒരു ബന്ധുക്കളായ ആണുങ്ങൾക്കിലേക്ക് സ്വത്ത് പോകുന്നത്. ഒരാൾ മരിച്ചാൽ അയാൾക്ക് ആൺകുട്ടികളില്ലെങ്കിൽ, അല്ല പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ സ്വത്ത് കുടുംബങ്ങളിലേക്ക് പോകുന്ന ബന്ധുക്കൾ പോകുന്നുണ്ടല്ലോ, അതിന് അസബാ നിയമം എന്നാണ് സാന്തികേജ് പറയുന്നത്. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ടാണ് അത് പരിഷ്കരിച്ചിട്ടുള്ളത് മൊറോക്കോയിൽ. അതുപോലെ ബാലവിവാഹം ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള പരിഷ്കാരങ്ങൾ മൊറോക്കോയിലും തുനീഷ്യയിലും മറ്റൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈജിപ്തിൽ നടന്നിട്ടുണ്ട്. ഇതൊക്കെ വളരെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് വായിക്കാവുന്നതേ ഉള്ളൂ. ഇതൊന്നും ഇസ്ലാമിൻ്റെ തന്നെ നിയമശാസ്ത്രത്തിനകത്ത് നിന്നുകൊണ്ടാണ്. സ്വാഭാവികമായിട്ട് എതിർപ്പുകളൊക്കെ ഉണ്ടാവും, പക്ഷേ അതൊരു നിയമാനുസൃതമാവും. അതിൻ്റെ പാർലമെൻറ്റിൽ അംഗീകരിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നിയമമായി മാറി. അതിനും ഇതിനകത്ത് വഴിയുണ്ട് എന്നുള്ളതാണ്. അതിന് ഇസ്ലാമിനകത്ത് തന്നെ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ നിയമങ്ങൾക്കകത്ത് തന്നെ സാധ്യതയുണ്ട്. പക്ഷേ ഇന്നത്തെ നമ്മളെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, വളരെ യാഥാസ്ഥികമായൊരു സമൂഹമായതുകൊണ്ട്, കൂടുതൽ ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാത്ത സമൂഹമായതുകൊണ്ട് ഇതൊക്കെ ഇസ്ലാമിനെ തകർത്ത് കളയുന്നതാണ് എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഇസ്ലാമിനകത്ത് തന്നെയുള്ള അതിൻ്റെ വികസനക്ഷമതയെ തകർത്ത് കളയാണ്. നേരത്തെ ഡോക്ടർ ഇവിടെ സൂചിപ്പിച്ച പോലെ തകർത്ത് കളയുന്ന അവർ തന്നെയാണ്, മതത്തിനകത്തുള്ള അതിൻ്റെ പുരോഹിതന്മാർ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇങ്ങനെ, അതായത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ശരീഅത്ത് നിയമം, ശരീഅത്ത് ആക്ട് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. ഈ ലഘുലേഖകളൊക്കെ അത് ഖുർആൻ്റെ താല്പര്യങ്ങൾക്ക് തന്നെ എതിരാണെന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമായ ഖുർആൻ്റെ താല്പര്യങ്ങൾക്ക് തന്നെ എതിരെയാണ് നമ്മൾ ഇന്ത്യയിലുള്ള വ്യക്തി നിയമത്തിലുള്ള പല കാര്യങ്ങളെന്നാണ് ഈ ലഘുലേഖയിലൊക്കെ പറയുന്നത്. വളരെ സത്യമാണത്. അപ്പോൾ അത് വളരെ എന്താ പറയുക, ഖുർആൻ പോലും അനുവദിച്ച് നൽകിയിട്ടുള്ള നിയമങ്ങൾ, നമ്മുടെ നിയമങ്ങൾ ഇന്ത്യൻ നിയമത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ വ്യക്തി നിയമത്തിൽ അതിനെതിരാണെങ്കിൽ തീർച്ചയായിട്ടും അത് അമെൻഡ് ചെയ്യേണ്ടതാണല്ലോ, അത് മാറ്റേണ്ടതാണ്. ഇപ്പം നിലവിലുള്ള പ്രത്യേകിച്ചും സമകാലികമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം സമൂഹത്തിനകത്ത് നിന്ന് നടക്കേണ്ട എല്ലാ പരിഷ്കരണ നവോത്ഥാന സംരംഭങ്ങളെയും റദ്ദാക്കുന്ന ഒരു രാഷ്ട്രീയ അവസരം, രാഷ്ട്രീയ സന്ദർഭമാണ് ഇന്ത്യയിലുള്ളത് എന്നുള്ളത് ഏറെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് അതിൻ്റെ പരിണതികൾ, അതിൻ്റെ ദുരിതങ്ങൾ, അതിൻ്റെ ഡാമേജ് കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകൾ കൂടിയാണ്. അതാണ് നമ്മൾ കാണുന്ന കാര്യം. അപ്പം പിന്നെ സ്ത്രീകൾക്ക്, അതായത് മുസ്ലിങ്ങൾക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ശബ്ദിക്കാൻ പറ്റാത്ത സാഹചര്യം, കാരണം അത് മുതലെടുക്കാനുള്ള രാഷ്ട്രീയ സന്ദർഭം ഇന്ത്യയിലുള്ളതുകൊണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണെങ്കിൽ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചർച്ചയിൽ കാര്യമായി ഉന്നയിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഈ സമ്മേളനത്തിൻ്റെ പ്രധാനമായൊരു കാര്യം, സ്പെഷ്യൽ മാരേജ് ആക്ട് ഉപയോഗിക്കുന്നതിന് ഇസ്ലാമികമായ എന്തെങ്കിലും തടസ്സമുണ്ട് അല്ലെങ്കിൽ ഉണ്ടോ എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട ചർച്ചയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒന്ന്, പിന്നെ ഒരു നിയമം, ഒരു കാര്യം ചെയ്യുന്നതിന് ഇസ്ലാമിലുള്ള ഒരു തത്വം എന്ന് പറയുന്നത് അത് പൊതു നന്മ ഉള്ളതായിരിക്കണം എന്നുള്ളതാണ്. പൊതു നന്മയാണ് അതിന് ഉദ്ദേശം. ഇവിടെ നമുക്കറിയാം, ഇസ്ലാമിനെതിരല്ല സ്ത്രീകൾക്ക് അവകാശം കിട്ടുക, സ്വത്ത് കിട്ടുക എന്ന് പറയുന്നത് ഇസ്ലാമിനെതിരല്ല എന്ന് മാത്രമല്ല ഇസ്ലാമിക ശരീഅത്തിൻ്റെ താല്പര്യം കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ അത് നിർവഹിക്കപ്പെടാൻ, അത് ലഭ്യമാക്കാവുന്നൊരു മാർഗം എന്നുള്ളതിൽ അതിന് മസ്ലഹത്തുൽ മുർസല എന്നാണ് സാങ്കേതികമായി പറയുന്നത്. ഒരു നിയമത്തിൻ്റെ മസ്ലഹത്ത്, അതിൻ്റെ ഉദ്ദേശത്തിൻ്റെ മസ്ലഹത്തുൽ മുർസല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊതു നന്മയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അത് സ്വീകരിക്കുന്നതിൻ്റെ തെറ്റാവുകയില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുപോലെ തന്നെ വേറൊന്ന്, ഒരു നിയമം നീതിയും നന്മയും ഉറപ്പാക്കാൻ വേണ്ടി അതത് ഭരണകൂടങ്ങൾ സ്വീകരിക്കുന്ന, അതിന് പറയുക സിയാസത്തു ഷർഇയ്യ എന്നാണ്. ഭരണകൂട നിയമങ്ങൾ അനുസരിക്കുന്നതിൽ മുസ്ലിങ്ങൾക്ക് തെറ്റില്ല. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് ഇവിടുത്തെ എല്ലാ പൗരന്മാരുടെയും നിയമപരമായ അവകാശങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയുള്ളതാണ് പല ചട്ടങ്ങളും നിയമങ്ങളും. അതിൽപ്പെട്ടാണ് ഈ പറഞ്ഞ വ്യക്തി എന്താണ് പിന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിലെ തന്നെ ഒരു താല്പര്യം അത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടി, ഇപ്പം നമ്മളിപ്പം വിവാഹം കഴിച്ചാലും പള്ളിയിലോ അല്ലെങ്കിൽ അങ്ങനെ രജിസ്റ്റർ ചെയ്താലും വീണ്ടും നമ്മൾ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി ആ കുറച്ചും കൂടി നിയമപരമായ സാധുതയ്ക്ക് വേണ്ടി, ലെജിറ്റിമസിക്ക് വേണ്ടിയാണ്. അതുപോലെ ഒരു സംവിധാനം മാത്രമാണ് രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ നിലക്ക് തെറ്റാവുകയില്ല എന്നാണ്. വേറെ എന്നുള്ളത്, ഇപ്പം ഇസ്ലാമിൽ തന്നെ പല രാജ്യങ്ങളിലും വന്നിട്ടുള്ള നിയമങ്ങളുടെ പരിഷ്കാരങ്ങൾ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. പരിഷ്കാരങ്ങൾ പറയുന്ന ഒരു കാര്യം,
ഈ പിന്നെ ഹിബ എന്ന് പറയുന്ന, അതായത് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് സ്വത്ത് ഇഷ്ടമുള്ള ആൾക്ക് എഴുതി കൊടുക്കാനുള്ള ഒരു അവകാശമുണ്ട്. അത് ഇസ്ലാമികമായ നിയമാനുസൃതമായ കാര്യമാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാൾ ആ തൻ്റെ പെൺമക്കൾക്ക് സ്വത്ത് കിട്ടാൻ വേണ്ടി വിവാഹം ഇതുപോലെ ചെറിയൊരു സാങ്കേതികമായ ഒരു രജിസ്റ്റർ ചെയ്തുകൊണ്ട് അതിൻ്റെയും പരിധിയിൽ നിർത്താവുന്നതേ ഉള്ളൂ എന്നാണ് പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് ഇത് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വേറൊരു കാര്യം ഉക്കൂദ് എന്നാണ് പറയുന്നത്. അതായത് ഉക്കൂദ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിക്കാഹിൻ്റെ ഇതിന് സന്ധി ഉണ്ടല്ലോ, അതിൻ്റെ എന്താ പറയുക, അതിന് ഉക്കൂദ് എന്നാണ് പറയുക. നിക്കാഹ് ചെയ്യുന്ന സമയത്ത് പരസ്പരം ഏർപ്പെടുന്ന സന്ധി. ആ സന്ധി എന്ന് പറയുന്ന ഏറ്റവും ദൃഢമായ കരാർ എന്നാണ് ഇസ്ലാമിൽ കാണുന്നത്. അങ്ങനെ അതുകൂടി ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് നമ്മൾ ഇങ്ങനെ രജിസ്റ്റർ ഒരു ഭരണ സംവിധാനത്തിനകത്ത് നിയമാനുസൃതമായി രജിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെ ഏത് നോക്കുകയാണെങ്കിലും ഇസ്ലാമിൻ്റെ തന്നെ സാങ്കേതികമായ വശങ്ങൾ പരിശോധിച്ചാലും അത് തെറ്റല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാനൊരു മതപണ്ഡിതനോ ഒന്നുമല്ല, എൻ്റെ വായനയിൽ മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ നോക്കിയാൽ പോലും ഇതിനകത്ത് നിന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമ ശരീഅ വ്യവഹാര മണ്ഡലത്തിനകത്ത് നിന്ന് തന്നെ ചർച്ച ചെയ്താൽ പോലും ഇത് കാര്യമായി എതിർക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ അത് പാടില്ല എന്ന് പറയാനുള്ള ന്യായങ്ങളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ വാരിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇത്രയുമാണ്. അപ്പം കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ, ഒരുപാട് പേപ്പറുകളോട് അവതരിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞ എത്രയാണ്, ഇപ്പോൾ ഇസ്ലാമിക ശരീഅത്തിനെ കുറിച്ചുള്ള വലിയൊരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ പല ആളുകളും അതിൻ്റെ ഒന്നാമത്തെ വളരെ ക്ലാസിക്കലായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നും അത് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത് വെറും അക്ഷരങ്ങളിൽ മാത്രം തളച്ചിടപ്പെട്ട ഒന്നാണ്, വികാസക്ഷമം അല്ലാത്ത ഒന്നാണ് എന്നുള്ള ഒരു ചിന്താഗതിയാണ്, പൊതുവെ യാഥാസ്ഥികമായ ഒരു ചിന്താഗതിയാണ് മഹാഭൂരിപക്ഷ ആളുകളും പുലർത്തുന്നത്. അതാണ് ഇതിൻ്റെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അതാണ്. അതേസമയത്ത് ഇസ്ലാമിക പാരമ്പര്യത്തിനകത്ത് തന്നെ വളരെ ദീർഘമായ ഒരു പാരമ്പര്യം, ഈ അഹ്ലുർ റഈ എന്ന് പറയുന്ന അതിനൊക്കെ യുക്തിപരമായ വിശകലനം, കാര്യങ്ങളെ യുക്തിപരമായി വിശകലനം ചെയ്യുക എന്ന് പറയുന്നതിന് ഇസ്ലാമിൻ്റെ ട്രഡീഷനിൽ തന്നെ വലിയ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ആ ട്രഡീഷൻ മുടങ്ങിപ്പോയതാണ്, അത് റദ്ദാക്കപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായതാണ് വാസ്തവത്തിൽ ഇന്ന് കാണുന്ന ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ നാട്ടിലുള്ള തടസ്സങ്ങളുടെയും പുരോഗതിക്ക് നേരെയുള്ള തടസ്സങ്ങളുടെയും പ്രശ്നമായി എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അപ്പം അങ്ങനെയുള്ള ധാരാളം ചരിത്രങ്ങൾ, ഞാൻ ഇമാം ഷാത്തിബി ഒരാൾ മാത്രമല്ല, ഇബ്നു ഖയ്യിം, അതുപോലെ ധാരാളം ആളുകൾ, ഇന്നാണെങ്കിൽ താരിഖ് റമദാനെ പോലെ യൂറോപ്പിലൊക്കെയുള്ള പണ്ഡിതന്മാർ, ഇവരൊക്കെ തന്നെ ഈ ട്രഡീഷൻ അകത്ത് നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാധ്യതയെക്കുറിച്ച് ഗവേഷണം നടത്തിയും പഠനം നടത്തിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ വിഷയങ്ങളെക്കുറിച്ച് കുറേ കൂടി സമൂഹത്തിന് ബോധ്യമില്ല, കാരണം ഇതിനെതിരെ ഉള്ള പ്രചാരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഉദാര ചിന്താഗതി അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു വീക്ഷണം, അപ്പം മുസ്ലിങ്ങൾ ഇങ്ങനെ പറയുന്ന ആളുകളെക്കുറിച്ച് ആദ്യത്തെ ഒരു ലേബൽ ലിബറലിസ്റ്റുകൾ എന്നുള്ളതാണ്. എന്നാൽ ലിബറലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര തിന്മയാണെന്നോ ഇസ്ലാം വിരുദ്ധതയാണെന്നൊക്കെയാണ് പൊതുവെ. പക്ഷേ ഇസ്ലാമിനകത്ത് തന്നെയുള്ള ലിബറൽ ചിന്താഗതികളോട് ഉദാരമായ വ്യാഖ്യാന കൊണ്ടാണ് ഇന്ന് ഇസ്ലാം എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് സത്യം. ഇപ്പം 20-ാം നൂറ്റാണ്ട് 19-20 നൂറ്റാണ്ടിലൊക്കെ ആണെങ്കിൽ മുഹമ്മദ് അബ്ദു, ജമാലുദ്ദീൻ അഫ്ഗാനി, ഇവരൊക്കെ നമ്മൾ കേട്ട പേരുകളാണ്. ഇവരൊക്കെ ഈ ഇസ്ലാമിനെ ഇങ്ങനെ യുക്തിബദ്ധമായി സമീപിക്കാൻ ശ്രമിച്ച ആളുകളാണ്. അഖ്ല്, നഖ്ല് രണ്ട് ടെക്നിക്കൽ വാക്കുകളാണ്. അഖ്ല് എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ വ്യവഹാരങ്ങൾ, ഇപ്പം മറ്റേ നഖ്ല് എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങൾ. ആ ഖുർആന് ഹദീസ് എന്നൊക്കെ പറയുന്നത് നഖ്ല് എന്നാണ് പറയുന്നത്. അതിനെ അഖ്ലുമായി ബുദ്ധിയുമായി യുക്തിയുമായി സമന്വയിക്കുമ്പോൾ മാത്രമാണ് നിയമങ്ങളെ കാലാനുസൃതമാക്കി മാറ്റാൻ, നിയമങ്ങളെ ദേശാനുസൃതമാക്കി മാറ്റാൻ. ഓരോ കാലത്തും ഓരോ ദേശത്തും പല രാജ്യത്ത് പല സന്ദർഭങ്ങളിലൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക, സാംസ്കാരികമായ മാറ്റങ്ങളുണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവും. അത്തരം കാര്യങ്ങളെക്കൊക്കെ ഈ നിയമങ്ങൾ നീതിഭദ്രമായി മാറണമെങ്കിൽ ഈ അഖിലിനെ കൂടി അതിൽ സന്നിവേശിക്കാവുന്ന ഉള്ള വഴിയാണ്. അതിന് ഈ പാരമ്പര്യത്തിൽ തന്നെ, ഇസ്ലാമിക പാരമ്പര്യത്തിൽ തന്നെ നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഇത് മുസ്ലിം സമൂഹം മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അത് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വസ്തുതാപരമായി ഇതിനോട് എതിർപ്പുള്ളവരായിരിക്കില്ല ഒരുപാട് മുസ്ലിം സമൂഹത്തിലെ വലിയൊരു ശതമാനം ആളുകൾ ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെ പറയാനുള്ള പ്രയാസങ്ങൾ വേറെ പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഇതിനൊക്കെ എതിരെയുള്ളൊരു ശബ്ദമായിട്ട് പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടും എന്നതുകൊണ്ടാണ് പല ആളുകൾ ഇതിനെ മനസ്സിലാക്കാൻ അത് പ്രചരിപ്പിക്കാനോ ശ്രമിക്കാത്തതെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായിരുന്നാലും
കുറെ കൂടി ഇങ്ങനെ അക്കാദമികമായ തലത്തിൽ ഇത്തരം വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, അല്ലാതെ ഒരു എന്താ പറയുക ആധികാരിക, എല്ലാവർക്കും പല വീക്ഷണങ്ങളുണ്ടാവും, അതിലുള്ള എൻ്റെ വീക്ഷണങ്ങളാണ് ഞാനിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മൂവ്മെൻറ്റിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.